Are you ready? Where is the textbook? Show me your textbook. Show me your textbook. Yes, very good. Okay. Then we are going to start page number 32. Page number 32. Page number 32. There is a new chapter waiting for us. Our 6th chapter, a visit to the beach. A visit to the beach. Visit and the visit. What do you mean by visit? എന്താ വിസിറ്റ് പറഞ്ഞു കഴിഞ്ഞാല് സന്ദർശനാണ് അല്ലേ? നമ്മൾ വിസിറ്റ് ചെയ്തു നമുക്ക് പറയാറില്ലേ? വിസിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ സന്ദർശിച്ചു. എ വിസിറ്റ് ടു ദ ബീച്ച്, ഒരു ബീച്ച് സന്ദർശനം. ഡു യു ലൈക്ക് ബീച്ച്? നിങ്ങൾ ബീച്ചിൽ പോയിട്ടുണ്ടോ? ബീച്ചിൽ പോയിട്ടുണ്ടോ? കടൽ കാണാൻ പോയിട്ടുണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ ആരോ ബീച്ചിൽ പോയ കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആരാ ബീച്ചിൽ പോയെന്നൊക്കെ പഠിക്കണ്ടേ? What is the title of our chapter? What is the title of our chapter? A visit to the beach. A visit to the beach. Okay. Before text, there is a work. Get set. Complete the words by writing their first letter. You can choose from the box. Okay. Kando. Page number 32 ആണ് മിസ് എടുത്തിട്ടുള്ളത്. Complete the words by writing their first letter. You can choose from the box. ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ എന്റെ മക്കളെ? കണ്ടോ? ഇങ്ങനെ കാണിച്ചിരുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നോക്ക. ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഫസ്റ്റ് വൺ അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെറ്റർ പി എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പി നമ്മൾ ഈ ബോക്സിൽ നിന്ന് എടുത്ത് എഴുതുന്നതാണ്. ഇവിടെ പി, പോണ്ട്. അപ്പൊ നമുക്കൊരു വേർഡ് കിട്ടി അല്ലേ? ആ ഇൻകംപ്ലീറ്റ് ആയ വേർഡിന്റെ കൂടെ പി നമ്മൾ ഫസ്റ്റ് ലെറ്റർ ചേർത്തപ്പോ പോണ്ട്. പോണ്ട് എന്താ? വാട്ട് യു മീൻ ബൈ പോണ്ട്? പോണ്ട് എന്താ? പോണ്ട് എന്താടോ? പോണ്ട് കുളമാണല്ലേ? നെക്സ്റ്റ് എ കെ ഇ ഉണ്ട്. അവിടെ എ ഉണ്ട്, കെ ഉണ്ട്, ഇ ഉണ്ട്. ഇനി അതിന്റെ കൂടെ നമുക്ക് ഏത് ലെറ്റർ കൂട്ടേണ്ടത്? എൽ. ഇവിടെ എൽ ഇല്ലേ? ആ എൽ അവിടെ എഴുതി എന്റെ മക്കളെ. എൽ. Then it became lake. Lake. Okay. L-A-K-E. Lake means തടാകം. Lake. L-A-K-E. Lake. What is the spelling of lake? L-A-K-E. Lake. Lake means തടാകം. Lake. Okay, next. E-A ഉണ്ട് അവിടെ. അതിന്റെ കൂടെ നമുക്ക് എസ് ചേർക്കാം. എസ് ഇ എ. സി. സി മീൻസ് കടൽ. സി. Write S. Write S here. S E A. ദേവാനന്ദ് ഇരുന്ന മോനെ. എന്റെ മോൻ ഇരുന്നേ. ദേവാനന്ദേ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. നോക്കാം. First one pond, second one lake, third one sea, and last one R. പിന്നെ ഒന്നും എവിടെ ബാക്കിയുള്ളൂ? R. R I V E R. River means പുഴ. River. അപ്പൊ എന്തൊക്കെ വായിക്കുക? First one pond. First one pond. Second one lake. Third one sea. And fourth one river. എന്റെ കൂടെ പറഞ്ഞേ. Say with me. First one pond. Pond. Okay, then second one lake. Lake. Third one sea. Sea. And last one river. River. Okay. R-I-V-E-R. River. Okay. ഒന്ന് പറഞ്ഞേ സാവിയോ. ആ വേർഡ്സ് ഒന്ന് വായിച്ചേ. Pond, Pond,
സ്പെല്ലിംഗ് പറഞ്ഞോ. LAKE. Lake. River. Third one is the third one. River. Sea. Very good. Sea. SEAC. Okay, then we are moving to the text. And നമുക്ക് ആ സ്റ്റോറി നോക്കാം. ഓക്കെ, ഇതൊരു വിവരണമാണ്, സ്റ്റോറി അല്ല. ഓക്കെ, ജസ്റ്റ് ലൈക്ക് എ ട്രാവലോഗ്. ഓക്കെ, മിസ് ഇത് വായിച്ചു തരാൻ പോവാണേ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. നമ്മുടെ കൈ ഈ വിരലും കൊണ്ട് തൊട്ട് വായിക്കുക. ഓക്കെ, മിസ് വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ വായിക്കുക. Our teacher. Devanand, look at your textbook. മോനെ നോക്കി മോനെ, ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ. Devanand Sian. Are you here? Okay. Our teacher. Our means നമ്മുടെ. Okay, our teacher, Miss Paul. What is the name of their teacher? Miss Paul. Teacher ന്റെ പേരെന്താ? Miss Paul. Okay, teacher ന്റെ പേരെന്താണ്? Miss Paul. Okay. Our teacher, Miss Paul, took us to Marina Beach last Friday. Miss ഇങ്ങനെ വായിച്ചെന്ന് കുറച്ച് ബുദ്ധിമുട്ടാണെടോ. Okay, നോക്ക. Our teacher, Miss Paul, took us to Marina Beach last Friday. Okay, we went in a bus. We sang songs on the way. We ate fruits and biscuits. എങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു തരിക? It's very difficult for me. Our teacher, ഒന്നുകൂടി മിസ് വായിച്ചറിയാണേ, നോക്കണേ. Our teacher, Miss Paul, took us to Marina Beach last Friday. We went in a bus. We sang songs on the way. We ate fruits and biscuits. അതിന്റെ മീനിങ് പറഞ്ഞുതരാം മിസ്. Our teacher, നമ്മുടെ ടീച്ചർ അല്ലെ, ഞങ്ങളുടെ ടീച്ചർ Miss Paul. എന്താ ടീച്ചറിന്റെ പേര്? Miss Paul. Okay, our teacher Miss Paul took us to Marina Beach last Friday. എന്താ അങ്ങനെ പറഞ്ഞാല്? took us to Marina Beach last Friday. അപ്പൊ കഴിഞ്ഞ ഫ്രൈഡേ അല്ലെ, ലാസ്റ്റ് കഴിഞ്ഞ ഫ്രൈഡേയില്, ഫ്രൈഡേ ഏത് ദിവസാ? ഏതാ ഫ്രൈഡേ? ഫ്രൈഡേ ഏത് ദിവസാണ്? തിങ്കളാഴ്ചയാണ് അല്ലേ ഫ്രൈഡേ? ആണോ നിയ? യെസ്, അടി വേണോ നിനക്ക്? ഫ്രൈഡേ ഏത് ദിവസാ? വെള്ളിയാഴ്ചയാണല്ലേ? അപ്പൊ സൺഡേ മൺഡേ നീ കുട്ടി പഠിച്ചിട്ടില്ല. ഒക്കെ നോക്ക. അപ്പൊ ലാസ്റ്റ് ഫ്രൈഡേ, ലാസ്റ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ടീച്ചറായ മിസ് പോൾ നമ്മളെ എങ്ങോട്ടേക്കാ കൊണ്ടുപോയത്? മറീന ബീച്ചിലേക്കാ കൊണ്ടുപോയത് അല്ലേ? She took us to Marina Beach last Friday. ഒന്നുകൂടി മിസ് പറഞ്ഞുതരാ. Our teacher Miss Paul took us to Marina Beach last Friday. We went in a bus. എങ്ങനെ ഞങ്ങൾ പോയത്? We went in a bus. എങ്ങനെ പോയത്? We went in a bus. നമ്മൾ ബസ്സിലാണ് പോയത്. Went means പോയി. നമ്മൾ എങ്ങനെയാ പോയത്? We went in a bus. We sang songs on the way. Sang means പാടി. Okay, we sang songs on the way. നമ്മള് അങ്ങനെ മറീന ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ പാട്ടൊക്കെ പാടി. നിങ്ങൾ ടൂറിന് പോയ സമയത്ത് നിങ്ങളും പാട്ട് പാടിയില്ലേ? അതുപോലെ തന്നെ ഇവരും, ഈ കുട്ടികളും പാട്ട് പാടി. We ate. Ate is the past tense of eat. അതൊന്നും നിങ്ങൾക്ക് അറിയില്ല അല്ലെ? Ate means കഴിച്ചു. Ate means കഴിച്ചു. Eat കേട്ടിട്ടില്ലേ നമ്മള്? Eat പറഞ്ഞാൽ എന്താ? കഴിക്കുക.
ate പറഞ്ഞ എന്താ കഴിച്ചു. ഇപ്പൊ വ്യത്യാസം മനസ്സിലായോ? ate മീൻസ് കഴിച്ചു. We ate fruits and biscuits. നമ്മൾ എന്തൊക്കെയാ കഴിച്ചത്? We ate fruits and biscuits. ഫ്രൂട്ട്സും കഴിച്ചു ബിസ്ക്കറ്റും കഴിച്ചു അല്ലേ? അപ്പൊ അതൊന്നും കൂടി മിസ് വായിച്ചു തരാം. Devanand, Sian, what are you doing there? Devanand. Okay. Our teacher, Miss Paul, took us to Marina Beach last Friday. We went in a bus. We sang songs on the way. We ate fruits and biscuits. Okay. Next paragraph നോക്കുക. Next ആ കുഞ്ഞു പാരഗ്രാഫ് നോക്കിയേ. എല്ലാവരും കൈതൊട്ട് വായിക്കണേ. മിസ്സിനെ ഇങ്ങനെ കാണിച്ചു തരുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. At last, we reached the beach. At last, we reached the beach. It was a cool afternoon. A gentle breeze was blowing. We ran on the sand. Don't run too far, teacher said. Stay where I can see you. എന്താ പറഞ്ഞിരിക്കുന്നത്? At last, അവസാനം, we reached the beach. Reached means എത്തിച്ചേർന്നു. Reach means എത്തിച്ചേരുക. Reached എത്തിച്ചേർന്നു. At last, we reached the beach. അവസാനം നമ്മൾ ബീച്ചിൽ എത്തിച്ചേർന്നു അല്ലേ ഫാത്തിമ KM? Okay. It was a cool afternoon. It was a cool afternoon. നല്ല വൈകുന്നേരമായിരുന്നു അല്ലേ ഇത്? It was a cool afternoon. A gentle breeze was blowing. കാരണം എന്താ? കൂൾ ആണ്, നല്ലതാണെന്ന് പറയാൻ കാരണം എന്താണ്? A gentle breeze. Breeze എന്താ? കാറ്റാണ് അല്ലേ? A gentle breeze was blowing. Shahbara, what are you looking at? Look at your textbook. A gentle breeze was blowing. Blowing means വീശുക അല്ലേ? ഒരു നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് വൈകുന്നേരത്തില്. A gentle breeze. Breeze means കാറ്റാണ്. Was blowing. നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. We ran on the sand. Sand എന്താണ്? Sand മണലാണ് അല്ലേ? Sand. SAND means sand means മണലാണ്. We ran on the sand. നിങ്ങൾ ബീച്ചിൽ പോയ എന്ത് ചെയ്യും? ആ സാൻഡിലെ ആ മണലിലെ കൂടി ഓടില്ലേ? അതുപോലെ തന്നെ ഈ കുട്ടികൾ എന്ത് ചെയ്തു? ആ ബീച്ചിലേ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. We ran on the sand. നമ്മൾ ആ മണലിലൂടെ ഓടി. Don't go too far. Don't run too far. അപ്പൊ ടീച്ചർ പറയാണ് എന്ത്? Don't run too far. അങ്ങ് ദൂരേക്കൊന്നും നിങ്ങൾ ഓടിപ്പോകല്ലേ. ആദ്യം പി സനൽ. ആദ്യം പി സനൽ. എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നെങ്കിൽ എന്നെ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടല്ലോ. അതിനിടയ്ക്ക് വേറെ ഒരു പരിപാടിയും വേണ്ട. സിറ്റ് പ്രോപ്പർലി. എല്ലാവരും നേരിടുന്നേ. എല്ലാവരും നേരിടുന്നേ. ഒന്ന് അനങ്ങിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കാണുന്നുണ്ട് കേട്ടല്ലോ. ആരാ അനങ്ങുന്നത് ഞാൻ നോക്കട്ടെ. Okay. Don't run too far. Too far എന്താ? ദൂരെയാണ് അല്ലേ? ആരും അത്ര ദൂരേക്ക് ഓടി പോകരുതേ. ടീച്ചർ said. ടീച്ചർ പറഞ്ഞു. ആരാ ടീച്ചർ? മിസ് പോൾ ആണല്ലേ? ടീച്ചർ ആരാണ്? മിസ് പോൾ. Don't run too far. അങ്ങ് ദൂരേക്കൊന്നും ഓടി പോകരുതേ. Stay where I can see you. എനിക്ക് കാണാന്നിടത്ത് ദൂരത്തോളം മാത്രം നിങ്ങൾ ഓടിയാൽ മതി. ഓക്കെ? Stay where I can see you. എനിക്ക് കാണുന്നത് വരെ, എന്റെ കണ്ണിന് കാണാൻ പറ്റുന്നത് അടുത്ത വരെ നിങ്ങൾ ഓടുക. അവിടെ നിങ്ങൾ നിൽക്കുക. ഓക്കെ? എന്റെ കണ്ണെത്തും ദൂരത്ത് മാത്രമേ നിങ്ങൾ നിൽക്കാന്ന്. നമ്മളും ടൂറിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് എന്ത് പറയും? അങ്ങ് ദൂരേക്കൊന്നും പോലെ ടീച്ചർ കാണുന്നിടത്ത് നിൽക്കണം എന്ന് പറയാറില്ലേ? ഇല്ലേ? അപ്പൊ അതുപോലെ ടീച്ചർ പറയാണ് ഡോണ്ട് റൺ ടു ഫാർ. നിങ്ങൾ അങ്ങ് ദൂരേക്കൊന്നും പോകരുത്. Stay where I can see you. എനിക്ക് കാണുന്നിടത്ത് നിങ്ങൾ നിൽക്കുക. ഒന്നുകൂടി മിസ് പാരഗ്രാഫ് വായിച്ചു തരാം. At last we reached the beach.
It was a cool afternoon. A gentle breeze was blowing. We ran on the sand. Don't run too far, teacher said. Stay where I can see you. Okay? No doubts. Yes? Do you have any doubt? Do you have any doubt? Ayan Vijesh, do you have any doubt? Okay then, next paragraph. There were many people on the beach. There were many people on the beach. ആ ബീച്ചിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. There were many people on the beach. Some were sitting and talking. കുറച്ച് ആൾക്കാർ എന്താ ചെയ്യുന്നത്? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്നിട്ട് വർത്താനം പറയുന്നുണ്ട് അല്ലേ? നമ്മൾ ഈ പിക്ചറിൽ നോക്കി കാണാം. കുറച്ച് ആൾക്കാർ എന്താ ചെയ്യുന്നുണ്ട്? ആ സാൻഡിൽ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട് വിദ്യാതെ. Some were sitting and talking. കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് വർത്താനം പറയുന്നുണ്ട് മുക്താസിം. Others were playing in the water. ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നത്? Others means ബാക്കിയുള്ളവരാണ് അല്ലേ? Others were playing in the water. ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നത്? They were playing in the water. ആ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്, കടൽ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. There were many people on the beach. Some were sitting and talking. Others were playing in the water. There were some stalls selling food. വേറെ അവിടെ എന്തൊക്കെയാ ഉണ്ടായിരുന്നത്? There were റിച്ച് രൂപേഷ് എവിടെയെങ്കിലും ഫോൺ വെച്ച മോനെ അനങ്ങിക്കൊണ്ടിരിക്കരുതേ. There were some stalls selling food. അവിടെ കുറച്ച് സ്റ്റാൾസ് ഉണ്ടായിരുന്നു, കുറച്ച് കടകൾ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിട്ടാ? ഭക്ഷണം വിൽക്കാൻ വേണ്ടിട്ട്. നമ്മൾ കണ്ടിട്ടില്ലേ ബീച്ച് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാല് ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കടകൾ കണ്ടിട്ടില്ലേ? There were some stalls selling food. കുറച്ച് സ്റ്റാൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം സെല് ചെയ്യുന്നുണ്ട്, ഭക്ഷണം വിൽക്കുന്നുണ്ട്. Sell means വിൽക്കുക. A woman was frying potato chips. ഒരു സ്ത്രീ എന്താ പണിയെടുക്കുന്നത്? A woman was frying potato chips. ഒരു സ്ത്രീ എന്താ ചെയ്യുന്നത്? പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? A woman means സ്ത്രീ, was frying potato chips. അവരെന്താ ചെയ്യുന്നത്? പൊട്ടറ്റോ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായോ എന്റെ മക്കൾക്ക്? Say yes or no. Say yes or no. Yes. Do you have any doubt? Do you have any doubt? എന്റെ മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോ, പറഞ്ഞു തരുവേ. ഇല്ല. ഓക്കെ ദെൻ ലാസ്റ്റ് ലൈൻ നോക്കാം. ലാസ്റ്റ് ഇവിടെയാണ് മിസ് എടുത്തോണ്ടിരിക്കുന്നത്. രോഹിത് wanted to eat some. രോഹിത്തിന് എന്താ വേണ്ടത്? നമ്മുടെ കൂടെ വന്ന രോഹിത്തിന് എന്തോ കഴിക്കാൻ വേണം പോലും. രോഹിത് wanted to eat some. രോഹിത്തിന് ആ സ്റ്റോളൊക്കെ കണ്ടപ്പോ എന്തോ കഴിക്കാൻ വേണ്ടി തോന്നി. No, വേണ്ട വേണ്ട. Said next page. Said Miss Paul. Next page നോക്ക മക്കളെ. അപ്പൊ രോഹിത്തിന് എന്തോ കഴിക്കാൻ തോന്നി അല്ലേ? എന്തോ വേണമായിരുന്നു കഴിക്കാൻ. അപ്പൊ ടീച്ചർ പറഞ്ഞു no, said teacher. Do not eat anything cooked outside. നമ്മൾ പുറത്തുനിന്ന് കുക്ക് ചെയ്താ, പുറത്തുനിന്ന് പാകം ചെയ്ത ഒന്നും കഴിക്കാൻ വേണ്ടി പാടില്ല. Do not eat anything cooked outside. Outside means നമ്മുടെ വീടല്ലാത്ത പുറമേ നിന്ന്. ഓക്കെ, നിങ്ങൾക്ക് അറിയാറില്ല എങ്ങനെ കഴിക്കാൻ വേണമെന്നുണ്ട്? നിങ്ങൾ കരയാറില്ലേ? ബീച്ചിലൊക്കെ പോകുമ്പോ പുറത്തിറങ്ങുമ്പോ നിങ്ങൾ കരയാറില്ലേ? എനിക്ക് ഐസ്ക്രീം വേണം, എനിക്ക് ഫലൂദ വേണം എന്നൊക്കെ പറഞ്ഞ് കരയാറില്ലേ നിങ്ങള്? ഇല്ലേ? അത് മോശമാണല്ലേ? ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന കേട്ടോ. Do not eat anything cooked outside. നമ്മൾ പുറമേ നിന്ന് പാകം ചെയ്ത് ഒന്നും കഴിക്കാൻ വേണ്ടി പാടില്ല. It is not good for you. ഇത് നിനക്ക് നല്ലതല്ല, നിന്റെ ഹെൽത്തിന് അത് നല്ലതല്ല അല്ലേ? അവ ചിലപ്പോ പഴയ എണ്ണയിലൊക്കെ ആക്കുന്നതായിരിക്കും പൊട്ടറ്റോ ചിപ്സ് ഒക്കെ. അത് നമ്മൾ കഴിച്ചാലോ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവില്ലേ? ഇല്ലേ? പിന്നെ അമ്മ അച്ഛൻ ആശുപത്രിയിലേക്ക് എടുത്ത് ഓടേണ്ടി വരും അല്ലേ? അപ്പൊ എന്റെ മക്കള് പുറമേ പോയി കഴിഞ്ഞാൽ അത് വേണം ഇത് വേണം എന്നിട്ട് അറിയാൻ പാടില്ല അല്ലേ? ട്രൂലൈറ്റിലെ മക്കള് നല്ല മക്കളല്ലേ? അല്ലേ? ആണ്. ഓക്കെ. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യു. അപ്പൊ നീ പുറമേ നിന്നൊന്നും കഴിക്കാൻ പാടില്ല. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യു. ഇത് നിനക്ക് നിന്റെ ശരീരത്തിന് നല്ലതല്ല. യു വിൽ ഫോൾ സിക്ക്. കാരണം എന്താ?
നിനക്ക് രോഗം വരും അല്ലേ? യു വിൽ ഫോൾ സിക്ക്. സിക്ക് എന്താ? അസുഖം. സിക്ക് എന്താണ്? വാട്ട് യു മീൻ ബൈ സിക്ക്? SICK മീൻസ് അസുഖാണ് അല്ലേ? യു വിൽ ഫോൾ സിക്ക്. നിനക്ക് വേഗം രോഗം വരുമല്ലോ. അപ്പൊ നീ പുറമേ നിന്നൊന്നും കഴിക്കാൻ വേണ്ടി പാടില്ല. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്ക. എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മിസ് വായിപ്പിക്കാം. ഓക്കെ. We had bats and balls with us. Jaya and Ali played with the ball. Rohit, Mary and Vijay made a sand castle. Riya and Tara went on the merry-go-round. Harjeet looked for seashells in the sand. Sania and I sat on the sand and watched everyone. Okay. അതുവരെ എന്റെ മക്കളെ വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കിയേ. ഒന്ന് മനസ്സിലതൊന്ന് ഓടിച്ച് വായിച്ചു നോക്കിയേ. ഒരു 2 മിനിറ്റ് അതൊന്ന് വായിച്ചു നോക്കിയേ സ്പീഡില്. എല്ലാവരും ബുക്കിൽ തന്നെ നോക്കിയിരിക്കണേ. കേട്ടല്ലോ? ദേവാംഗെ വായിക്കാൻ കിട്ടുന്നുണ്ടോ? ജൽവ ഫാത്തിമ, where are you looking at? Look at your textbook. Make it fast. ഓക്കെ. നെക്സ്റ്റ് പാരഗ്രാഫും കൂടി മിസ് എടുത്തു തന്നാലോ? എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വായിക്കാം അല്ലെ? ആദ്യം തന്നെ ഉപയോഗം ഉറക്കം വരുന്നുണ്ടല്ലോ ഇന്ന്. ഓക്കെ. then we had bats and balls with us. We had, ഇവിടെയാണ് മിസ് വായിക്കുന്നത്. We had bats and balls with us. നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? We had bats and balls. ബാറ്റും ബോളും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. Jaya and Ali played with the ball. ആരൊക്കെയാ ബോൾ കൊണ്ട് കളിച്ചത്? Jaya and Ali played with the ball. ജയയും അലിയും ബോൾ കൊണ്ട് കളിച്ചു. Jaya and Ali played. Played means കളിച്ചു. Played with the ball. Devang, look at your textbook. Look at your textbook. Adin, please, what are you doing there? Adin. Okay, നോക്ക. We had bats and balls with us. Jaya and Ali. പിന്നെയും തുടങ്ങി ഞാൻ വായിക്കുമ്പോ. Okay, then നോക്ക. Page number 33 ലാണ്. We had bats and balls with us. We had bats and balls with us. Jaya and Ali played with the ball. Rohit, Mary and Vijay made a sand castle. ആരൊക്കെ സാൻഡ് കാസിൽ ഉണ്ടായത്? കൊട്ടാരം ഉണ്ടാക്കല്ലോ. നമ്മൾ ബീച്ചിൽ പോയാല് ആ സാൻഡ് മണലും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പുഴിയും കൊണ്ട് കാസിൽ ഉണ്ടാക്കും, കൊട്ടാരം ഉണ്ടാക്കില്ലേ? ഇവിടെ പിക്ചർ ഉണ്ടോ കുട്ടികൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ ചെയ്യാറുണ്ട് ഇതുപോലെ? ഉണ്ട്. അപ്പോ രോഹിത്, മേരി ആൻഡ് വിജയ് മേഡ് എ സാൻഡ് കാസിൽ. രോഹിത്തും മേരിയും വിജയും എന്ത് ചെയ്തു? ഒരു സാൻഡ് കാസിൽ ഉണ്ടാക്കി. റിയ ആൻഡ് ഹർജീത് looked for seashells in the sand. Okay, റിയയും താരയും അതിന് മുന്നേ ഒന്നുണ്ടല്ലേ? റിയ ആൻഡ് താര went on the merry-go-round. merry-go-round എന്താ? കൂടാരമാണല്ലേ? തൊട്ടിലോ കൂടാരമൊക്കെയാണ് എന്ത്? merry-go-round. അപ്പൊ റിയ ആൻഡ് താര went on the merry-go-round. റിയയും താര അങ്ങോട്ട് പോയി? merry-go-roundൽ പോയി. Then Harjeet looking for seashells in the sand. ഹർജീത് എന്താ ചെയ്തത്? He looked
for seashells. കക്ക, ശംഖ്, കക്കയാണ്. ഓക്കെ, കക്ക തോടിനൊക്കെ ആര് നോക്കി? ഹർഷീത്ത് നോക്കി. സീഷെൽസ് എന്താ? കക്കയാണ് അല്ലേ? അപ്പൊ ഹർഷീത്ത് എന്താ നോക്കിയത്? അവരൊക്കെ കളിക്കുകയും സാൻഡ് കാസിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹർഷീത്ത് സീഷെൽസ് നോക്കി പോയി സാൻഡില്. Sania and I sat on the sand and watched everyone. സാനിയയും ഞാനും എന്താ ചെയ്തത്? ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത് നോക്കി അവിടെ ഇരുന്നു. സാനിയ ആൻഡ് ഐ മീൻസ് ഞാൻ. സാനിയയും ഞാനും we sat on the sand. Sat means ഇരുന്നു. Past tense of sit. Sat means ഇരുന്നു. Sat on the sand and watched everyone. എല്ലാവരും എന്താ ചെയ്യുന്നത്? വാച്ച് ചെയ്തോണ്ടേയിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. After some time, കുറച്ച് സമയങ്ങൾക്ക് ശേഷം. After some time, after means ശേഷം. After some time, കുറച്ച് സമയങ്ങൾക്ക് ശേഷം. After some time, Miss Paul took us to the water. കുറച്ച് സമയം കഴിയുമ്പോൾ മിസ് പോൾ എന്താ ചെയ്തത്? നമ്മളെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി അല്ലേ? മിസ് പോൾ took us to water. Big waves came rushing up. Big waves എന്താ? Waves, waves, waves means തിരമാലയാണ് അല്ലേ? അപ്പൊ വലിയ തിരമാലകൾ നമ്മുടെ അടുത്തേക്ക് റഷ് ചെയ്ത് വന്നു. Big waves came means വന്നു. Big waves came rushing up. We got wet. അപ്പൊ വലിയ തിരമാലയും വെള്ളമൊക്കെ നമ്മളിലേക്ക് വന്ന് നമ്മള് നനയും അല്ലേ? Wet means നനയുക. Wet means നനയുക. ഓക്കെ, WET wet means നനയുക. ഓക്കെ, we got wet. അപ്പൊ അങ്ങനെ തിരമാല വന്നപ്പോ നമ്മള് നനഞ്ഞു. We got wet. We shouted and laughed. വലിയ തിരമാല നമ്മുടെ അടുത്തേക്ക് നമ്മള് കൂക്കും അല്ലേ? നമ്മൾ അട്ടഹസിക്കില്ല, ആർക്കില്ല, നമ്മള് ഷൗട്ട് ചെയ്യും. We shouted and laughed. ചിരിക്കുകയും ചെയ്യും അല്ലേ? നമ്മൾക്ക് ഇഷ്ടമാണ് സത്യം പറഞ്ഞ തിരമാല വരുന്നത്. പക്ഷെ വരുന്ന സമയം നമ്മള് ഓടുമ്പോ നമ്മൾ ചിരിക്കുകയും ഒച്ചത്തില് കൂക്കുകയൊക്കെ ചെയ്യും അല്ലേ? അതാണ് അവിടെ പറഞ്ഞത്. We shouted and laughed. Laughed എന്താ? Laugh എന്താ? ചിരിക്കുക അല്ലേ? Laugh, LAUGH. Laughed means ചിരിച്ചു. It was such a fun. It was such fun. അത്രയും ഫൺ ആയിരുന്നു അല്ലെ? അത്രയും തമാശയായിരുന്നു എന്ത്? ആ വെള്ളത്തില് വേവ്സിന്റെ കൂടെ കളിക്കുന്നത്. ആയുഷ് എന്താണ്? ഏത് സ്വപ്ന ലോകത്താണ്? ഓക്കെ, നോക്കാം. Soon it became dark. ഇവിടെ നോക്ക. Soon means പെട്ടെന്ന്. Quickly, suddenly. Soon, പെട്ടെന്ന്. Soon means പെട്ടെന്ന്. Soon പെട്ടെന്നാണ്. Soon it became dark. പെട്ടെന്ന് തന്നെ രാത്രിയായി അല്ലേ? ഡാർക്ക്, ഇരുട്ട് വന്നു എന്ന് പറഞ്ഞത് രാത്രി എന്നല്ലേ മീനിങ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടൂറൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് രാത്രിയായില്ലേ? എല്ലാവരും ഉറങ്ങിയില്ലേ? വണ്ടിന്ന് ഉറങ്ങി. നോക്ക. Soon it became dark. Come on. വരൂ. Come on children. വരൂ മക്കളെ, വരൂ കുട്ടികളെ. Said Miss Paul. ടീച്ചർ എന്താ പറഞ്ഞത്? It's getting dark. Come on children. വരൂ കുട്ടികളെ. It is time to go home. വീട്ടിൽ പോകേണ്ട സമയമായി. It is time to go home. വീട്ടിൽ പോകേണ്ട സമയമായി. We ran back to our bus. We ran back to our bus. നമ്മള് തിരിച്ച് എങ്ങോട്ടേക്ക് തന്നെ ഓടി? നമ്മൾ വന്ന ബസ്സിലേക്ക് തന്നെ ഓടിപ്പോയി. How is it? Do you like this chapter? ഇഷ്ടപ്പെട്ടോ മക്കൾക്ക്? ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ? മിസ് ഒന്നും കൂടി മെല്ലെ വായിച്ചു തരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരെ കൊണ്ടും വായിപ്പിച്ചു തരാം. ഓക്കെ, ഇന്ന് പോയിട്ട് എത്ര പ്രാവശ്യം വായിക്കണം നമ്മുടെ ചാപ്റ്റർ? You have to read this chapter minimum 3 മതിയോ? 3 മതി. ഓവർ ബർഡൻ വേണ്ട. 3 പ്രാവശ്യം വായിച്ചോ. അതിൽ കൂടുതൽ വായിക്കുന്നവർക്ക് വായിക്കാം. 3 പ്രാവശ്യം മിനിമം വായിച്ചിരിക്കണം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പാരന്റ്സിനോട് ചോദിക്കും ഫസ്റ്റ് എത്ര പേര് വായിച്ചു എന്ന്. കേട്ടല്ലോ? അപ്പൊ മിസ് ഒന്നുകൂടി വായിച്ചു തരാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കി പേജ് നമ്പർ 32. ഫാത്തിമ KM.
Anamika R. Migdad P. Agarsh KT. ശ്രദ്ധിക്കാത്ത കുട്ടികളെ ഞാൻ വിളിക്കുന്നത്. Ayan Vijesh. Ans Rose. Okay, you are here. Next. Okay. Our teacher, Miss Paul, took us to Marina Beach last Friday. We went in a bus. We sang songs on the way. We ate fruits and biscuits. At last, we reached the beach. It was a cool afternoon. A gentle breeze was blowing. We ran on the sand. Don't go too far. Don't run too far. Teacher said, stay where I can see you. Naza Mariam, what are you looking at? Richard, looking at your textbook. Look at your textbook. Don't look at me. Enne nokkiyേ വേണ്ട. കേട്ടല്ലോ? There were many people on the beach. Some were sitting and talking. Others were playing in the water. There were some stalls selling food. A woman was frying potato chips. Rohit wanted to eat some. No, said the teacher. Said Miss Paul. Do not eat anything cooked outside. Next page, Anne. It is not good for you. It is not good for you. You will fall sick. We had bats and balls with us. Jaya and Ali played with the ball. Rohit, Mary and Vijay made a sandcastle. Riya and Tara went on the merry-go-round. Harshit looked for seashells in the sand. Sania and I sat on the sand and watched everyone. After some time, Miss Paul took us to the water. Big waves came rushing up. We got wet. We shouted and laughed. It was such fun. Soon it became dark. Come on, children, said Miss Paul. It is time to go home. We ran back to our bus. Okay, that's enough. Okay, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ മക്കളെ? യെസ്, ഇനി ഒരു മിനിറ്റും കൂടിയേ ബാക്കിയുള്ളൂ നമുക്ക്. then bye. പൊന്നു മക്കളായിട്ട് വായിച്ചിട്ട് വരണേ. നല്ല മക്കളായിട്ട് വായിച്ച് പഠിച്ച് വായിക്കാൻ പഠിച്ചിട്ട് വരണേ. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് വായിപ്പിക്കും കേട്ടാ. then bye. Thank you, Amrita. then bye.